ഇന്ന് മൺചട്ടിയിൽ ചിക്കൻ ബിരിയാണി ദം ചെയ്തെടുത്താലോ? അതിനായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഒരു ലെയർ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് കേട്ടോ. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള റൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കാഷ്യൂ നട്ട്സും കിസ്മിസും റോസ്റ്റ് ചെയ്തത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കണക്കാക്കി ഞാൻ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എസൻസോ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് 1 സ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് നെയ്യും 2 പിഞ്ച് ബിരിയാണി മസാലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ്സിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആവി വറക്കുന്ന മൺചട്ടിയിൽ ദം ചെയ്തെടുത്ത ചിക്കൻ ബിരിയാണി റെഡി. മൺചട്ടിയിൽ ദം ചെയ്തെടുത്തുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.